സുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശങ്ങൾ തുടരുന്നു. മനുഷ്യജന്മമെടുത്തവർക്ക് ജീവിത ലക്ഷ്യമായ മോക്ഷപ്രാപ്തി നേടാനുള്ള ഉത്തമ മാർഗം കർമ്മയോഗമാണ് എന്ന് ഭഗവാൻ പറയുന്നു. സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തും മയോഗദഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. അയോഗദഃ എന്ന് വെച്ചാൽ കർമ്മയോഗം അനുഷ്ഠിക്കാത്തവൻ, അവന് കർമ്മസന്യാസം സാധ്യമല്ല. യോഗയുക്ത എന്ന് വെച്ചാൽ കർമ്മയോഗി, കർമ്മങ്ങളെ കർമ്മയോഗമായി അതായത് ഭഗവത് സ്മരണയോടെ ചെയ്യുന്നവന് മനഃശുദ്ധിയും അധികം താമസിയാതെ കർമ്മങ്ങളെ സന്യസിച്ച് മുനി എന്ന നിലയിൽ എത്താനും സാധിക്കും. അതായത് ബ്രഹ്മനിഷ്ഠനായിത്തീരാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു. ആ നിലയിലെത്തിയ സാധകന് കർമ്മയോഗവും കർമ്മസന്യാസവും രണ്ടും ഒന്നുപോലെ സമമായി തോന്നി തുടങ്ങും. കർമ്മങ്ങളെ ശരിയായി ചെയ്യുന്നവന് മാത്രമേ കർമ്മസന്യാസം സാധിക്കുകയുള്ളൂ. കർമാനുഷ്ഠാനമില്ലെങ്കിൽ കർമ്മസന്യാസവും ഇല്ല. കൈവശം ഇല്ലാത്ത ഒന്ന് ഉപേക്ഷിക്കാൻ സാധ്യമല്ലല്ലോ. കർമ്മങ്ങളെയെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്ത് മനഃശുദ്ധിയും ആത്മതൃപ്തിയും നേടിയ ഒരാൾക്ക് മാത്രമേ കർമ്മസന്യാസിയായി തീരാൻ സാധിക്കുകയുള്ളൂ. അർപ്പണഭാവത്തോടെ സമൂഹ നന്മയ്ക്കായി കർമ്മങ്ങൾ ആചരിക്കുന്നവന് മനഃശാന്തിയും ഏകാഗ്രതയും ലഭിക്കുന്നു. താമസിയാതെ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും സന്യസിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടും എന്ന് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നു. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭോ ന കർമ്മഫലസംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. പ്രഭു എന്ന് വെച്ചാൽ ഈശ്വരൻ. ഈശ്വരൻ നമ്മെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നില്ല, കർമ്മം ചെയ്യുന്നു എന്ന അഹങ്കാരവും ഉണ്ടാക്കുന്നില്ല, കർമ്മഫലവും തരുന്നില്ല. നമ്മുടെ ഗുണങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അവരവരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് ശരീരമനോബുദ്ധികൾ ഉപയോഗിച്ച് നാം കർമ്മം ചെയ്യുന്നു. കർമ്മങ്ങൾക്കനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ജീവാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് നമ്മുടെ കർമ്മങ്ങളിൽ ഒന്നും ബന്ധപ്പെടുന്നില്ല. കർമ്മം ചെയ്യാനുള്ള അറിവും കഴിവുമാണ് ജീവാത്മാവ് നമുക്ക് തരുന്നത്. ഇത് നാം അറിയുന്നില്ല. ഭഗവാനാണ് എനിക്ക് സുഖവും ദുഃഖവും തരുന്നത് എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അജ്ഞത കൊണ്ടാണ് നാം അങ്ങനെ വിചാരിക്കുന്നത്. അജ്ഞാനമാകുന്ന മേഘപടലം ജ്ഞാനസ്വരൂപമായ ആത്മചൈതന്യത്തിനെ മറച്ചിരിക്കുകയാണ്. നാദത്തേ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേ മുഹ്യന്തി ജന്തവഃ. ഇനി കർമ്മയോഗം കൊണ്ട് മനഃശുദ്ധി നേടി ഉള്ളിലുള്ള ജ്ഞാനം പ്രകാശിക്കും. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. ഇങ്ങനെ ആത്മജ്ഞാനം പ്രകാശിക്കും തോറും ആത്മജ്ഞാനികൾ ഉള്ളിലുള്ള ജീവാത്മാവിനെ അറിയാനും അനുഭവിക്കാനും തുടങ്ങും. അങ്ങനെയുള്ളവർ എല്ലാവരിലും ഒരേ ജീവാത്മാവാണ് പ്രകാശിക്കുന്നത് എന്നറിയുന്നു. അവർ വിദ്യയും വിനയവും തികഞ്ഞ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും മാംസഭക്ഷിയായ ചണ്ടാലനിലും വരെ ഒരേ ആത്മാവിനെ കാണും. അതായത്
മൺപാത്രങ്ങളെയെല്ലാം കാണുമ്പോൾ ഇവയെല്ലാം മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന അറിവ് നമുക്കുണ്ടാകുന്നത് പോലെ എല്ലാ ജീവാത്മാക്കളും ഒരേ പരമാത്മാവിൽ നിന്ന് വന്നതാണ് എന്ന് ആത്മജ്ഞാനി അറിയുന്നു. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേ ച പണ്ഡിതാ സമദർശിനഃ. ഈ സത്യം, അതായത് എല്ലാ ജീവാത്മാക്കളും പരമാത്മാവിൽ നിന്ന് വന്നതാണ് എന്ന് സത്യമറിഞ്ഞ യോഗി മനസ്സിനെ സാമ്യാവസ്ഥയിൽ നിർത്തുന്നു. പരമാത്മാവിൽ നിന്ന് വന്ന ഞാനും മറ്റുള്ള ജീവാത്മാക്കളും സമമാണ് എന്ന മനോഭാവം. ഈ മനോഭാവം സമഭാവനയോടു കൂടിയ യോഗി ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിഃ അസമ്മൂഢഃ ബ്രഹ്മവത് ബ്രഹ്മണി സ്ഥിതഃ. ഇങ്ങനെ സമഭാവനയോടു കൂടിയ യോഗി ബ്രഹ്മത്തിൽ ഉറച്ച ബുദ്ധിയുള്ളവനായി ബ്രഹ്മജ്ഞാനിയായി മാറുന്നു. അവൻ പ്രിയത്തിൽ സന്തോഷിക്കുകയോ അപ്രിയത്തിൽ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. തുടർന്ന് ബാഹ്യവിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് ആത്മാവിൽ അർപ്പിച്ച യോഗി അന്തരാത്മാവിൽ ആനന്ദം കാണാൻ തുടങ്ങുന്നു. തിരയടങ്ങി പ്രശാന്തമായ കടൽ എന്ന പോലെ ധ്യാനനിമഗ്നനായ യോഗി പൂർണ്ണവും നിത്യവും ശാശ്വതമായ ആനന്ദം അനുഭവിക്കുന്നു. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.